നല്ല തീരുമാനം നമുക്കുണ്ടാകണം. എന്താണ് നല്ല തീരുമാനം എന്ന് പറയുന്നത്? ഉന്നതമായ തീരുമാനം, പ്രയോജനമുള്ള തീരുമാനം. അതാണ് ഉന്നതമായ തീരുമാനം എന്ന് പറയുന്നത്, നല്ല തീരുമാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കർത്താവ് പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ജോലികൾക്കിടയിൽ കർമ്മനിരതമാകുമ്പോൾ നമ്മൾ എപ്പോഴും സ്നേഹവ്യഗ്രത ഉണ്ടായിരിക്കണം. ജോലി ചെയ്ത് മരിക്കുന്ന കുറേ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് ഉപദേശിക്കുകയാണ്, നിൻ്റെ അധ്വാനങ്ങളുടെയും ജോലിയുടെയും ഇടയ്ക്ക് സ്നേഹ ശുശ്രൂഷയോടെ കർത്താവിനെ നീ അനുഗമിക്കണം എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥമായ ശിഷ്യത്വം. വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം, പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരും ശിഷ്യകളും.